ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2025 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഫ്രാൻസിൽ നിന്ന് 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രതിരോധ കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചു. ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. SSLC പരീക്ഷാഫലം മെയ് 2 വാരം പ്രഖ്യാപിക്കും. IPL ക്രിക്കറ്റിൽ ഗുജറാത്തിനെതിരെ ടോസ് നേടിയ രാജസ്ഥാൻ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ MD വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന്റെ മകൾ ഏറ്റുവാങ്ങി. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, PR ശ്രീജേഷ് എന്നിവർക്ക് പത്മഭൂഷണും K ഓമനക്കുട്ടി അമ്മയ്ക്ക് പത്മശ്രീയും സമ്മാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും അതിനുശേഷമുള്ള നടപടികളുടെയും പശ്ചാത്തലത്തിലായിരുന്നു 40 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച. ഇന്നലെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാനുമായി രാജ്യരക്ഷാമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച 16 പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ ഇന്ത്യ നിരോധിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി. ഫ്രാൻസിൽ നിന്ന് 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രതിരോധ കരാറിൽ ഇന്ത്യ ഇന്ന് ഒപ്പുവച്ചു. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഫ്രഞ്ച് സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പിട്ടത്. 26 റഫേൽ മറൈൻ വിമാനങ്ങളിൽ 22 എണ്ണം സിംഗിൾ സീറ്ററും 4 എണ്ണം ഡബിൾ സീറ്ററുമായിരിക്കും. ഇവ ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യകതയനുസരിച്ച് രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കും. INS വിക്രമാദിത്യ, INS വിക്രാന്ത് തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകളിൽ ഈ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം സ്വദേശത്തേക്ക് മടങ്ങിയത് 537 പാകിസ്ഥാൻ പൗരന്മാർ. ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരത്വമുള്ളവർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി ഇന്നലെ രാത്രി 10 അവസാനിച്ചിരുന്നു. അട്ടാരി അതിർത്തി വഴി മടങ്ങിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. 1387 ഇന്ത്യക്കാർ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്ന പ്രക്രിയ തുടരുകയാണ്. മുംബൈയിൽ ഹ്രസ്വകാല വിസകളിൽ താമസിച്ചിരുന്ന 17 പാകിസ്ഥാൻ പൗരന്മാരെ മുംബൈ പോലീസ് തിരിച്ചയച്ചു. ചികിത്സയിലായിരുന്നവർക്ക് അവരുടെ യാത്രയ്ക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നാളെ വരെ സമയം അനുവദിക്കും. പഹൽഗാം ഭീകരാക്രമണത്തെ ജമ്മുകാശ്മീർ നിയമസഭ ഏകകണ്ഠമായി അപലപിച്ചു. നിയമസഭയുടെ ഒരു ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിൽ ഉപമുഖ്യമന്ത്രി സുരീന്ദർ ചൌധരിയാണ് ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സഭ അന്തിമോപചാരം അർപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ചില കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങളെ BJP അപലപിച്ചു. ഭീകരർ മതം ചോദിച്ചില്ലെന്ന ഇരകളുടെ വാദത്തെ ചില കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് മുതിർന്ന BJP നേതാവ് രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ചില പ്രതിപക്ഷ നേതാക്കളുടെ ഇത്തരം പരാമർശങ്ങൾ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി വയ വന്ദന പദ്ധതി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഡൽഹിയിൽ മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്കൊപ്പം പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് ആരോഗ്യ പദ്ധതികളിൽ ലഭ്യമല്ലാത്ത പണരഹിത സൗകര്യം ഈ പദ്ധതിയുടെ ഒരു വലിയ സവിശേഷതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. दिल्ली में 47 प्राइवेट हॉस्पिटल ऑलरेडी इम्पैनल्ड हैं और 10 सरकारी अस्पताल भी है और मुझे पूरी उम्मीद है, मुझे विश्वास है और ये जो योजना आपने जिसकी शुरुआत हो रही है, मैं समझता हूँ ये सिर्फ भारत में नहीं विश्व भर में ये एक मॉडल के रूप में इट विल बी साइटेड. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവൂർ റാണയെ 18 ദിവസത്തെ പോലീസ് കസ്റ്റഡി പൂർത്തിയായതിനെ തുടർന്ന് ഇന്ന് പാട്യാലയിലെ പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കി. അന്വേഷണം തുടരുന്നതിനായി 12 ദിവസത്തെ കസ്റ്റഡി കൂടി കേന്ദ്ര ഏജൻസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുംബൈ പോലീസ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഡൽഹിയിലെ NIA ഓഫീസിൽ റാണയെ ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കോടതിയിൽ ഹാജരാക്കിയത്.
OTT പ്ലാറ്റ്ഫോമുകളിലും സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിന്മേൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. വിഷയം ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ടെന്ന് ജസ്റ്റിസ് BR ഗവായിയും ജസ്റ്റിസ് AG മാസിയും ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ഇതിനെതിരെ കൂടുതൽ നിയന്ത്രണങ്ങൾ പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാരും കോടതിയെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. മാധ്യമങ്ങളെയും വിനോദ മേഖലയെയും പുനർനിർവചിക്കുന്ന ഒരു പരിവർത്തനത്തിന്റെ പ്രസ്ഥാനമാണ് വേവ്സ് ഉച്ചകോടിയെന്ന് കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ. ഇന്ത്യയുടെ മാധ്യമ വിനോദ വ്യവസായം 2.7 ട്രില്യൺ രൂപയിലേക്ക് അടുക്കുമ്പോൾ വേവ്സ് 2025 സർഗാത്മകത, നവീനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിൽ നേതൃത്വം നൽകാനുള്ള രാജ്യത്തിന്റെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നതായി അദ്ദേഹം ഒരു ലേഖനത്തിൽ കുറിച്ചു. മെയ് 1 മുതൽ 4 വരെ മുംബൈയിൽ നടക്കുന്ന വേവ്സ് ഉച്ചകോടിയിലെ കമ്മ്യൂണിറ്റി കണ്ടന്റ് ചാലഞ്ച് ഫൈനലിസ്റ്റായി കേരളത്തിൽ നിന്നുള്ള ഹലോ റേഡിയോ ഇടം നേടി. വിദ്യാഭ്യാസ സാക്ഷരതാ പരിപാടി വിഭാഗത്തിലാണ് തൃശൂരിലെ ഹലോ റേഡിയോ 90.8 ഫൈനലിലെത്തിയത്. ഹലോ റേഡിയോയുടെ സ്റ്റേഷൻ ഡയറക്ടറായ സൂരജ് രാജ് ആകാശവാണിയോട് ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരികം തുടങ്ങി 5 വിഭാഗങ്ങളിലായാണ് ഈ കണ്ടന്റ് നടത്തിയത്. ഇതിൽ വിദ്യാഭ്യാസ സാക്ഷരതാ വിഭാഗത്തിലാണ് തൃശൂർ ജില്ലയിൽ നിന്നുള്ള സാമൂഹിക റേഡിയോ ആയ ഹലോ റേഡിയോ ഇപ്പോൾ ഫൈനലെത്തിയിരിക്കുന്നത്. ആകെ 12 സ്റ്റേഷനുകളാണ് ഫൈനലിസ്റ്റുകളായിട്ടുള്ളത്. അതിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള സർഗക്ഷേത്രയും കരുണസായിയും മറ്റു വിഭാഗങ്ങളിൽ സെമി ഫൈനൽ വരെ എത്തിയിരുന്നു. തൃശൂർ ജില്ലയെ യുനെസ്കോ ലേണിംഗ് സിറ്റിയായി തെരഞ്ഞെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ അഭിമുഖങ്ങളുടെയും പ്രചരണ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ കണ്ടന്റായി നൽകിയിരുന്നത്. ഇതിനാണ് ഇപ്പോൾ നമ്മൾ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. SSLC പരീക്ഷാഫലം മെയ് 2 വാരം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഇതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി N. കരുൺ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. തിരുവനന്തപുരം വഴുതക്കാട്ടെ വസതിയിലായിരുന്നു അന്ത്യം. പിറവി, സ്വം, വാനപ്രസ്ഥം, കുട്ടിസ്രാങ്ക തുടങ്ങിയ കലാമൂല്യമുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിന് ലഭിച്ചു. നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള ഷാജി N. കരുൺ ചലച്ചിത്ര മേഖലയിലെ കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം കഴിഞ്ഞയാഴ്ചയാണ് ഏറ്റുവാങ്ങിയത്. മലയാള സിനിമയുടെ മുഖവും മുഖശ്രീയുമായിരുന്ന അതുല്യനായ ചലച്ചിത്രാവിഷ്കാരകനെയാണ് ഷാജി N. കരുണിന്റെ വിയോഗത്തോടെ നഷ്ടമാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങൾ സമാപനത്തിലേക്ക്. സമാപന സമ്മേളനം വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ കവി ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന് മുന്നോടിയായി മാധ്യമ ലോകം വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തിൽ ചർച്ച നടന്നു. തുടർന്ന് ലയസംഗമം, സംഗീത സന്ധ്യ എന്നിവയും അരങ്ങേറി. കഴിഞ്ഞ 9 വർഷ കാലയളവിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഇടുക്കി ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൂപതിവ് നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ ഉടൻ രൂപീകരിക്കുമെന്നും ഇതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തുടനീളമുള്ള പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളുടെയും പഠന സാമഗ്രികളുടെയും വിതരണം കുറഞ്ഞ വിലയിൽ സാധ്യമാക്കുന്ന ഗ്യാൻ പോസ്റ്റ് സേവനം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രഖ്യാപിച്ചു. മെയ് 1 മുതൽ ഈ സേവനങ്ങൾ പ്രവർത്തനക്ഷമമാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. റഷ്യയിൽ അടുത്ത മാസം നടക്കുന്ന വിജയദിനാഘോഷങ്ങളുടെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് യുക്രൈനിൽ 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മെയ് 7 അർദ്ധരാത്രി പ്രാബല്യത്തിൽ വരുന്ന വെടിനിർത്തൽ മെയ് 11 അർദ്ധരാത്രി വരെയായിരിക്കുമെന്ന് ക്രെംലിൻ പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2025 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഫ്രാൻസിൽ നിന്ന് 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രതിരോധ കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചു. ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി N. കരുൺ അന്തരിച്ചു. SSLC പരീക്ഷാഫലം മെയ് 2 വാരം പ്രഖ്യാപിക്കും. IPL ഗുജറാത്തിനെതിരെ ടോസ് നേടിയ രാജസ്ഥാൻ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.